സിംഹാസനത്തിൽ ഇരിപ്പുറപ്പിച്ചതിനു ശേഷം രാമൻ ചുറ്റും നോക്കി. സഭാവാസികൾ താൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി കാതുകൂർപ്പിച്ചിരിക്കുന്നു. അവരുടെ നേരെ കണ്ണുകളോടിച്ച് രാമൻ പറഞ്ഞു, സഭാവാസികളെ, എൻ്റെ പ്രജകളെ, എൻ്റെ ദൗത്യം പൂർത്തിയായിരിക്കുന്നു. ഞാൻ ജീവത്യാഗം ചെയ്യേണ്ടതുണ്ട്. അതിനായി എന്നെ അനുവദിച്ചാലും. രാമൻ്റെ സമീപത്തേക്ക് രാമൻ്റെ മകൻ വന്നു. രാമൻ സിംഹാസനത്തിന് പാതി സ്ഥലം കൊടുത്തു. അതിനുശേഷം തൻ്റെ കിരീടമെടുത്ത് മകൻ്റെ തലയിൽ വെച്ചു. സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് വെളിയിലേക്ക് ഇറങ്ങി. സഭാവാസികളും പ്രജകളും പിന്നാലെ ചെന്നു. രാമൻ സരയൂ നദീതടത്തിലേക്കാണ് പോയത്. സരയുവിലേക്ക് ഇറങ്ങുമ്പോൾ ആ നദിയുടെ തണുപ്പും കുളിരും തൻ്റെ ദേഹം തൊടുന്നതായി അറിഞ്ഞു. പണ്ട് സീത തനിക്ക് നൽകിയ അതേ കുളിരും തണുപ്പും തന്നെയാണ് താൻ അനുഭവിക്കുന്നതെന്ന് രാമൻ തിരിച്ചറിഞ്ഞു. രാമൻ തിരിഞ്ഞ് പ്രജകളെ നോക്കി കൈകൂപ്പി തൊഴുതു. അതിനുശേഷം സരയുവിലേക്ക് ഇറങ്ങി തല മൂടുന്നതുവരെ വെള്ളത്തിലേക്ക് നടന്നുപോയി. തൊട്ടടുത്ത് തന്നെ സീതയും ലക്ഷ്മണനും കൂടെയുണ്ടെന്ന ചിന്തയാൽ നദിയിലേക്ക് നീങ്ങി പ്രജകളുടെ ദൃഷ്ടിയിൽ നിന്നും രാമൻ മറഞ്ഞു.